വോട്ട് ചോരിയുടെ രണ്ടാം ഭാഗം. വോട്ട് തട്ടിപ്പുമായി മോദി കളത്തിലിറങ്ങിക്കഴിഞ്ഞു. അതിതീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം വഴി ഇപ്പോൾ 58 ലക്ഷം, അതായത് 7.6% വോട്ടുകളാണ് പശ്ചിമ ബംഗാളിൽ നീക്കം ചെയ്തത്. 1.6 കോടി വോട്ടർമാർ നിരീക്ഷണത്തിലുമാണ്. 85,1486 പേരെയാണ് പിതാവിൻ്റെ പേരുമായി പൊരുത്തപ്പെടാത്ത അവസ്ഥയിൽ ഒഴിവാക്കിയത്. വംശാവലി മാപ്പിങ്ങിൽ 6ലധികം പേരുമായി ബന്ധിപ്പിച്ചിട്ടുള്ളവർ 24,21,133 പേരാണ്. 20,74,025 വോട്ടർമാരുടെ പ്രായം 45 വയസ്സിന് മുകളിലാണെങ്കിൽ 2002 പട്ടികയിൽ പേര് കണ്ടെത്താൻ കഴിഞ്ഞില്ല. 13,46,918 വോട്ടർമാർക്ക് ലിംഗഭേദമില്ലായിരുന്നു. മാതാപിതാക്കളുമായി 15 വയസ്സിന് താഴെ പ്രായവ്യത്യാസമുള്ളവർ 11,95,230 തൊട്ടു പിന്നാലെയുണ്ട്. 8,77,736 വോട്ടർമാർ മാതാപിതാക്കളുമായി 50 വയസ്സിന് താഴെ പ്രായവ്യത്യാസം കാണിച്ചിട്ടുണ്ട്. 3,29,152 പേർ 40 വയസ്സിന് താഴെയുള്ള മുത്തശ്ശനും മുത്തശ്ശിയുമായി വ്യത്യാസമുള്ളവരാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഓരോ ഇന്ത്യൻ പൗരനും ഒരു വോട്ടാണുള്ളത്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അതാണ് ജനാധിപത്യം. അത് നിയന്ത്രിക്കാനും വരുതിയിലാക്കാനുമുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ രാജ്യത്ത് ഭരണത്തിലിരിക്കുന്ന BJP നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി രാജ്യവ്യാപകമായി ധൃതി പിടിച്ച് SIR നടത്തുന്ന കേന്ദ്ര തീരുമാനം രാജ്യവ്യാപകമായി തന്നെ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. എങ്കിലും നിർബന്ധിതമായി അത് നടത്തുക തന്നെയാണ് കേന്ദ്രം ചെയ്യുന്നത്. ഇത്തരത്തിൽ ഒരു പ്രക്രിയ 2002 അവസാനമായി രാജ്യത്ത് നടത്തിയത്. അത് ഈ പറഞ്ഞതുപോലെ ചുരുങ്ങിയ ആഴ്ചകളിൽ അല്ല നടത്തിയത്, മറിച്ച് 1 വർഷം നീണ്ടു നിൽക്കുന്ന പ്രക്രിയയായിരുന്നു. അതാണ് ഇത്രയും കുറഞ്ഞ കാലയളവിൽ ഇപ്പോൾ കേന്ദ്രം ഇവിടെ നടപ്പിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിൽ അപകടമുണ്ട് എന്ന് പ്രതിപക്ഷം പറയുന്നതും അതുകൊണ്ട് തന്നെയാണ്. ഇതിൽ അട്ടിമറി നീക്കങ്ങൾ BJP ആസൂത്രണം ചെയ്യുന്നത് കണ്ടെത്താൻ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി നിർബന്ധിത ബുദ്ധി എന്ന സാങ്കേതിക വിദ്യയുടെ പിന്തുണ തേടുകയാണ് ഇപ്പോൾ. പ്രത്യേക തീവ്ര പരിഷ്കരണത്തിന് മാസങ്ങൾക്ക് മുൻപ് 2025 തുടക്കത്തിൽ തന്നെ പശ്ചിമ ബംഗാളിലെ വിവിധ മണ്ഡലങ്ങളിൽ വോട്ടർ പട്ടികയിൽ ക്രമക്കേടുകൾക്ക് ശ്രമം നടന്നിരുന്നു എന്ന് മമതാ ബാനർജി ആരോപിച്ചിരുന്നു. ആഴത്തിലുള്ള ക്രമക്കേടാണ് നടക്കുന്നതെന്നും യഥാർത്ഥ വോട്ടർമാരെ നീക്കി പുറംനാട്ടുകാരെ പട്ടികയിൽ ഉൾപ്പെടുത്തുകയാണെന്നും ഉദാഹരണ സഹിതം മമതാ ബാനർജി അന്ന് പറഞ്ഞിരുന്നു. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ BJPയുടെ കമ്മീഷനായി പ്രവർത്തിക്കുകയാണ് എന്ന് മമതാ ബാനർജി ആരോപിക്കുന്നുണ്ട്. SIR നടപടിയുടെ പേരിൽ യഥാർത്ഥ വോട്ടർമാർ ഭയപ്പെടേണ്ടതില്ലെന്നും അവർ ജനങ്ങൾക്ക് ഈ കഴിഞ്ഞ ദിവസം ഉറപ്പ് നൽകി. നോർത്ത് 24 പർഗനാസ് ജില്ലയിലെ ബോൺഗാവിൽ നടന്ന റാലിയെ അഭിസംബോധന ചെയ്തുകൊണ്ടായിരുന്നു അവർ ഇത് പറഞ്ഞത്. നിങ്ങൾ യഥാർത്ഥ വോട്ടറാണെങ്കിൽ ഭയപ്പെടേണ്ട. അവർ ഇത്രയും കാലം SIR ചെയ്യാതിരുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പോൾ നിങ്ങൾ ബംഗ്ലാദേശിയാണ് എന്ന് എഴുതി കൊടുക്കാനും ഇന്ത്യക്കാരനാകാൻ ആഗ്രഹിക്കുന്നു എന്ന് രേഖപ്പെടുത്താനും അവർ പറയും. അപ്പോൾ എന്ത് സംഭവിക്കും? അതാണ് നമ്മളെ ഭയപ്പെടുത്തുന്നത്. അതിനെതിരെയാണ് നമ്മൾ ശബ്ദമുയർത്തുന്നത്. ഭയപ്പെടരുത്, ഞാനിവിടെ ഉള്ളിടത്തോളം കാലം നിങ്ങളെ ഒഴിവാക്കാൻ ഞാൻ അനുവദിക്കില്ല. ഈ നാടിന് BJPയെ ഭയമില്ല. തൃണമൂൽ കോൺഗ്രസ് ഇവിടെ ഉള്ളിടത്തോളം കാലം നിങ്ങളെ തൊടാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് മമത വിളിച്ചു പറഞ്ഞു ജനത്തോട്. അർഹരായ ഒരാളെയെങ്കിലും വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്താൽ മോദി ഭരണത്തിന്റെ അവസാനമായിരിക്കുമെന്ന പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ താക്കീത് മോദിക്ക് ഡെമോക്ലേസിന്റെ വാൾ പോലെ ഭീഷണി തീർത്തു. മോദി പരാജയത്തിന്റെ പടുകുഴിയിൽ അകപ്പെടുമ്പോഴും അവസാന ശ്വാസം കൊണ്ട് ഏന്തി വലിയുകയാണ്. അതാണ് തിരഞ്ഞെടുപ്പുകളിൽ സംസ്ഥാനങ്ങൾ ഓരോന്നോരോന്നായി ഒരു വശത്ത് നിന്ന് കൈവിട്ടു പോകുമ്പോഴും മറ്റൊരു സൈഡിൽ നിന്ന് വോട്ട് ചോരി കൊണ്ടും SIR കൊണ്ടും സംസ്ഥാനങ്ങളെ ഭരണപരമായി സമ്മർദ്ദത്തിലാക്കി വരിഞ്ഞു മുറുക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ കാര്യരമ്പിന്റെ ശക്തിയിൽ ചീറ്റപ്പുലിയുടെ ക്രൗര്യത്തോടെ ബംഗാൾ സിംഹം സടകുടഞ്ഞെഴുന്നേൽക്കുമ്പോൾ മോദിയും അമിത്ഷായും ഇട്ട ആ ബംഗാൾ വേട്ടയ്ക്ക് കരുത്തിന്റെ പെണ്ണൊരുത്തി താക്കീത് നൽകിക്കഴിഞ്ഞു. പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ ഒന്നാകെ ഭരണപരമായ അധികാരം ഉപയോഗിച്ച് മോദി വരുതിയിലാക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ കെൽപ്പില്ലാതെ, അല്ലെങ്കിൽ EDയെയും CBIയെയും തുടങ്ങിയ കേന്ദ്ര ഏജൻസികളെ ഭയന്ന് സ്വന്തം സംസ്ഥാനങ്ങളെ മോദിക്ക് വിട്ടുകൊടുക്കുന്നിടത്താണ് കൊടുങ്കാറ്റിൻ്റെ താണ്ഡവം തീർക്കാൻ മമത ഇറങ്ങി പുറപ്പെട്ടത്. ഞങ്ങൾ SIRനോ സെൻസസിനോ എതിരല്ല, പക്ഷേ
അത് കറകളഞ്ഞ രീതിയിൽ പൂർത്തീകരിക്കാനുള്ള സാവകാശം വേണമെന്നാണ് മമത പറയുന്നത്. ജന്മിമാരെ പോലെയാണ് കേന്ദ്ര അധികാരികൾ പെരുമാറുന്നത്. SIR സമ്മർദ്ദവും ജോലിഭാരവും മൂലം ബംഗാളിൽ 39 പേർ ആത്മഹത്യ ചെയ്തു. 13-ലധികം ആളുകൾ ആശുപത്രിയിൽ മരണത്തോട് മല്ലടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ജീവൻ കവർന്നെടുക്കുന്ന അവസ്ഥയിലേക്ക് SIR മൂലം മനുഷ്യർ എത്തിപ്പെടുന്നത് കാരണം സർക്കാരിൻ്റെ തിടുക്കവും സമ്മർദ്ദവും തന്നെയാണ്. എന്തിനാണ് ഈ തിടുക്കം എന്ന് മമതാ ബാനർജി ചോദിക്കുകയാണ്. പശ്ചിമ ബംഗാളിൽ SIRനെതിരെ മമതാ ബാനർജി കടുത്ത ഭാഷയിൽ തന്നെയാണ് രംഗത്ത് വന്ന് മോദിക്കെതിരെ പ്രതികരിക്കുന്നത്. മമതാ ബാനർജിയുടെ നിയമസഭാ മണ്ഡലമായ ഭവാനിപ്പൂരിൽ മാത്രം SIR പ്രകാരം ഏകദേശം 45,000 വോട്ടർമാരെ ഡ്രാഫ്റ്റ് പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയെന്ന് കണ്ടെത്തുകയായിരുന്നു. നീക്കം ചെയ്ത വോട്ടർമാരുടെ പേരുകൾ വീടുകൾ തോറും കയറിയിറങ്ങി പരിശോധിച്ച് പുതിയ പരിശോധന നടത്തി തൃണമൂൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന സംഘം നീങ്ങിക്കഴിഞ്ഞു. അവിടെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മരണം, കുടിയേറ്റം എന്നിവയുൾപ്പെടെ വിവിധ കാരണങ്ങളാൽ 58 ലക്ഷത്തിലധികം വോട്ടർമാരുടെ പേരുകൾ ഇല്ലാതാക്കുകയും ജില്ലകളിൽ അതിർത്തി മേഖലകളിൽ ഉടനീളമുള്ള വോട്ടർ പ്രൊഫൈലുകൾ പുനർനിർമ്മിക്കുകയും ചെയ്ത പ്രത്യേക തീവ്ര പരിഷ്കരണത്തിന് ശേഷം കമ്മീഷൻ ചൊവ്വാഴ്ച പശ്ചിമ ബംഗാളിൻ്റെ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. വോട്ടെടുപ്പ് പാനൽ നിരവധി വോട്ടർമാരെ മരിച്ചു, മാറ്റി അല്ലെങ്കിൽ ഇല്ലാതായി എന്ന് അടയാളപ്പെടുത്തിയതിൽ തൃണമൂൽ കോൺഗ്രസ് കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഒരു സാഹചര്യത്തിലും സാധുവായ ഒരു വോട്ടറുടെയും പേരില്ലാതാക്കരുതെന്ന് പാർട്ടി നേതൃത്വം വളരെ വ്യക്തമാക്കിയിരുന്നു. ഇല്ലാതാക്കിയ എല്ലാ പേരുകളും ശാരീരികമായി പരിശോധിക്കണം, TMC പറഞ്ഞു. AI ഉപയോഗിച്ച് SIR പിഴവുകൾ പരിശോധിച്ചപ്പോൾ 90,000-ലധികം പിഴവുകളാണ് കണ്ടെത്തിയത്. നിങ്ങൾ എന്നെയോ എൻ്റെ നാടിനെയോ ആക്രമിക്കാൻ തുനിഞ്ഞാൽ മോദി, ഞാൻ ഈ രാജ്യം മുഴുവൻ ഇളക്കി മറിക്കുമെന്നവർ പറഞ്ഞു. എൻ്റെ നാട്ടിൽ നിങ്ങളുടെ കൃഷി നടക്കില്ല. നിങ്ങൾ നിങ്ങളുടെ വർഗീയ കൃഷി ഇവിടെ കൊണ്ടുവന്നാൽ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ കാണിച്ചു തരും. ഞാൻ ഇന്ത്യയെ ഇളക്കി മറിക്കും. തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്ത്യ മുഴുവൻ ഞാൻ സഞ്ചരിക്കും. ബംഗാളിന് ഡൽഹിയുടെ അധികാരം പിടിച്ചെടുക്കാനുള്ള ധൈര്യമുണ്ട്. അതുകൊണ്ട് മോദിയുടെ തുറുപ്പുകുലാൻ ബംഗാളിൽ വെട്ടും. കേന്ദ്ര സർക്കാരിനെയും മോദിയെയും ലക്ഷ്യമിട്ടായിരുന്നു മമതയുടെ റാലിയിലെ ആക്രോശങ്ങൾ അത്രയും. തൻ്റെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന സംസ്ഥാനങ്ങൾക്ക് വേണ്ടി മോദി സ്തുതി പാടാൻ പണമൊഴുക്കുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. മോദി ബംഗാൾ പിടിച്ചെടുക്കാൻ അമിത്ഷായെയും കൊണ്ട് ബംഗാളിലേക്ക് വെച്ച് പിടിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ. എന്നാൽ ബംഗാളിൻ്റെ മണ്ണിൽ കാലുകുത്തിയ മോദിയും അമിത്ഷായും അവിടുത്തെ ഊഷരമായ രാഷ്ട്രീയ കാറ്റേറ്റ് പുകഞ്ഞു. BJPക്കെതിരെ രാഷ്ട്രീയമായി തിളയ്ക്കുന്ന ലാവയാണ് തൃണമൂൽ കോൺഗ്രസ് എന്ന് മോദി തിരിച്ചറിയുകയായിരുന്നു ബംഗാളിൽ. ബംഗാളിൽ വീശുന്ന മന്ദമാരുതനിൽ പോലും തൃണമൂലിൻ്റെ ഗന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ബംഗാളിൽ മറുത്തൊരു ഇലയനങ്ങിയാൽ അത് ദീദിയുടെ ബംഗ്ലാവിലെ അപായ സൂചനയായി മണിനാവുകൾ ചിലയ്ക്കും. ദീദിയുടെ പാളയത്തിൽ കയറി വേട്ടയ്ക്ക് മുതിർന്നാൽ അത് ഏത് അധികാരത്തിൻ്റെ കൊത്തളങ്ങളിൽ നിന്നുള്ള അഗ്നി പടർത്തുന്ന വ്യാഘ്രമാണെങ്കിലും അതിനെ ചവിട്ടി അടർത്താൻ മമതാ ബാനർജിക്ക് തെല്ലും ഭയമില്ല എന്നത് മോദിക്ക് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെയാണ് മോദിയും അമിത്ഷായും അമാന്തത്തോടെ പടിക്ക് പുറത്തുനിന്ന് ഇതിനോടകം ഏറെ വിവാദത്തിൽപ്പെട്ട ജ്ഞാനേഷ് കുമാറിനെ കൊണ്ട് ചുടുചോർ വാരിക്കാൻ മുതിരുന്നത്. ബംഗാളിൽ മമത തീർക്കുന്ന അതിർത്തികൾ ഭേദിക്കാൻ മോദിയും അമിത്ഷായും ഇനി ഒരു ജന്മം കൂടി ജനിക്കേണ്ടിയിരിക്കുന്നു. അത് ഭരണപരമായും രാഷ്ട്രീയപരമായും. രാജ്യത്ത് മമതാ ബാനർജി മോദിക്കെതിരെ ഉയർത്തുന്ന വെല്ലുവിളികൾക്ക് ഇനി മോദിക്ക് മറുപടിയില്ല എന്ന് മാത്രമല്ല, മമത ഒരുക്കുന്ന പ്രതിരോധങ്ങളിൽ BJP ആകെ പുകയുകയാണ്. SIR വഴി തൃണമൂൽ കോൺഗ്രസിൻ്റെ വെട്ടിമാറ്റപ്പെട്ട വോട്ടുകൾ വഴി കൊടുങ്കാറ്റ് രൂപപ്പെടുകയാണ്. അത് തീക്കാറ്റായി രാജ്യത്ത് വ്യാപിക്കുമെന്ന് മോദി ഭയപ്പെടുന്നു. ഇപ്പോൾ ബംഗാൾ വോട്ടർ പട്ടികയോടൊപ്പം പ്രസിദ്ധീകരിച്ച തമിഴ്നാട്, രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങളിലും സ്ഥിതിഗതി വ്യത്യസ്തമല്ല. അവിടങ്ങളിലും അമിത്ഷായ്ക്കും മോദിക്കുമെതിരെ ജനരോഷം പുകയുകയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് മൂലം കേരളത്തിൽ നീട്ടിവെച്ച ഈ പ്രക്രിയയുടെ ഫലം ഡിസംബർ 23-ന് നമുക്കറിയാം. പക്ഷേ ഇതിനോടകം പുറത്തു വന്ന വിവരങ്ങൾ അനുസരിച്ച് സംസ്ഥാനത്ത് 1/4 കോടിയോളം വോട്ടർമാരുടെ കുറവുണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത്. അത് മറ്റൊരു അട്ടിമറിയല്ലാതെ വേറെ എന്താണ്? വിവിധ സംസ്ഥാനങ്ങളിൽ തങ്ങളുടെ അഹന്ത മൂലം മോദിയും BJPയും തുറന്നു വിട്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ കൊടുങ്കാറ്റാണ്. അതിനെ രാജ്യത്തിലെ ജനം തിരിച്ചറിഞ്ഞുകൊണ്ട് പൊരുതിയില്ലെങ്കിൽ ഈ രാജ്യത്ത് ജനാധിപത്യം തുടച്ചു നീക്കാനുള്ള സാഹചര്യങ്ങൾ മറ്റെവിടെയാണ്? അമാന്തിച്ച് നിൽക്കേണ്ട, അതിനുള്ള കാര്യമില്ല. ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ്. ഇതിനാണ് മമതാ ബാനർജിയും MK സ്റ്റാലിനും രാഹുൽ ഗാന്ധിയോടൊപ്പം
പൊരുതുന്നത്. ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക, ഇന്ത്യയുടെ ജനാധിപത്യം പുലരുമ്പോൾ അത് ജനത്തിന് ആശ്വാസമാകും എന്നത് മോദി കരുതുന്ന ഒരു പേടി സ്വപ്നമാണ്. ഇത് പ്രാവർത്തികമാക്കാനാണ് രാഹുൽ ഗാന്ധി മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. വോട്ട് കൊള്ള ഉയർത്തി രാഹുൽ ഗാന്ധി ഇന്ത്യയിലാകമാനം തൊടുത്തുവിട്ട അഗ്നി ആളിപ്പടരുമ്പോഴും മോദി തൻ്റെ നിലനിൽപ്പ് ഭദ്രമാക്കാനുള്ള ശ്രമത്തിലാണ്. പക്ഷെ മോദി, താങ്കൾ എത്ര ഭദ്രമാക്കിയാലും താങ്കളുടെ സിംഹാസനം ഇളകിക്കഴിഞ്ഞു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.